ഹായ് എവ്രിവൺ. അപ്പോൾ ഇന്ന് നമ്മൾ സെക്കൻഡ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നോക്കാനായിട്ട് പോകുന്നത്. ഇക്കായി ദോ ഖുഷി കി ഖുഷി എന്നാണ് ഈ ഒരു യൂണിറ്റിന്റെ പേര്. അപ്പോൾ ഇക്കായി എന്ന് പറയുമ്പോൾ യൂണിറ്റ്, ദോ യൂണിറ്റ് 2, ഖുഷി കി ഖുഷി എന്ന് പറഞ്ഞാൽ ഇവിടെ ഖുഷി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു കുട്ടിയുടെ പേരാണ്. ഖുഷി കി ഖുഷി എന്ന് പറയുമ്പോൾ ഖുഷിയുടെ സന്തോഷം എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ ഇതിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരു കവിതയാണ്. ചിടിയ കാ ഘർ എന്നാണ് ഈ ഒരു കവിതയുടെ പേര്. ചിടിയ എന്ന് പറഞ്ഞാൽ പക്ഷി എന്നാണ്. ചിടിയ കാ ഘർ എന്ന് പറയുമ്പോൾ ഘർ എന്ന് പറഞ്ഞാൽ എന്താ, വീട്. അപ്പം ചിടിയ കാ ഘർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പക്ഷിയുടെ വീട് എന്നാണ് അർത്ഥം. ആരാണ് ഈ കവിത രചിച്ചിട്ടുള്ളത്? നിരങ്കാർ ദേവ് സേവക് ആണ്. കവിയുടെ പേര് നിരങ്കാർ ദേവ് സേവക് എന്നാണ്. അപ്പോ ഒരു പക്ഷിക്കൂടിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, അല്ലെ? ചിടിയ കാ ഘർ എന്ന് പറയുമ്പോൾ പക്ഷിയുടെ വീട്. സാധാരണ നമ്മൾ പക്ഷിയുടെ വീടിന് എന്താ പറയുന്നത്? കൂട്, കിളിക്കൂട് എന്നല്ലേ പറയുന്നത്. അപ്പം ഫസ്റ്റ് സ്റ്റാൻസയിൽ എന്താണ് പറയുന്നത്? ചിടിയ ലിയെ ചോഞ്ച് മേ തിൻക. ചിടിയ എന്ന് പറഞ്ഞാൽ പക്ഷി, ലിയെ എന്ന് പറഞ്ഞാല് കൊണ്ടുപോകുന്ന എന്നുള്ള അർത്ഥാണ്. ചോഞ്ച് മേ തിൻക, തിൻക എന്ന് പറഞ്ഞാല് പുൽക്കൊടി. ചോഞ്ച് എന്ന് പറഞ്ഞാൽ കൊക്ക്, ഈ പക്ഷിയുടെ ബീക്ക്, അതിന്റെ കൊക്കിനെയാണ് ചോഞ്ച് എന്ന് പറയുന്നത്. അപ്പോ പക്ഷി എന്താണ് ചെയ്യുന്നത്? ചോഞ്ചിൽ ഒരു തിൻക വെച്ചിട്ട് പോവുകയാണ്. അതായത് അതിന്റെ കൊക്കില് ഒരു പുൽക്കൊടി പിടിച്ചിട്ട് പോവുകയാണ്. ചലി ബനാനെ ഘർ, എന്തിനു വേണ്ടിയിട്ടാണ് പോകുന്നത്? ബനാനെ ഘർ, വീടുണ്ടാക്കാനായിട്ട്. അതായത് ഈ പക്ഷിയുടെ കൂടുണ്ടാക്കാനായിട്ട് അതിന്റെ കൊക്കില് പുൽക്കൊടിയും പിടിച്ചുകൊണ്ട് പോവുകയാണ് പക്ഷി. കോൺ രഹേഗ, കോൺ രഹേഗ ഉസ് ഘർ കെ അന്തർ. ഉസ് ഘർ കെ അന്തർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉസ് എന്ന് പറഞ്ഞാൽ ആ വീട് അല്ലെങ്കിൽ ആ കൂട്, അതിന്റെ അന്തർ എന്ന് പറയുമ്പോൾ ഉള്ളിൽ. കോൺ രഹേഗ, കോൺ രഹേഗ, ആരാണ് താമസിക്കുക, ആരാണ് താമസിക്കുക? ഉസ് ഘർ കെ അന്തർ, എന്താണ്? ആ കൂടിനുള്ളിൽ അല്ലെങ്കിൽ ആ വീടിനുള്ളിൽ എന്നാണ് പറയുന്നത്. അപ്പം പക്ഷി തന്റെ കൊക്കില് എന്താണ്, തിൻക പിടിച്ചിട്ട് പോവുകയാണ്. എന്നിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് തിൻക കൊണ്ടുപോകുന്നത്? കൂട് കെട്ടാനായിട്ട് അല്ലെങ്കിൽ വീടുണ്ടാക്കാനായിട്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, കോൺ രഹേഗ, കോൺ രഹേഗ ഉസ് ഘർ കെ അന്തർ, ആ വീട്ടിൽ ആരാണ് താമസിക്കുക, ആരാണ് താമസിക്കുക എന്ന്. ചിടിയ കെ ദോ ബച്ചേ ഹോങ്കെ ഉസ് ഘർ കെ അന്തർ, അതായത് ചിടിയ കെ ദോ ബച്ചെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ പക്ഷിയുടെ 2 കുട്ടികൾ ഹോങ്കെ ഉണ്ടായിരിക്കും. ഉസ് ഘർ കെ അന്തർ, ആ വീടിന്റെ അന്തർ, ഉള്ളില്. അപ്പോ ആ വീടിന്റെ അല്ലെങ്കിൽ ആ കിളിക്കൂടിന്റെ ഉള്ളിൽ ആരാണ് ഉണ്ടായിരിക്കുക? ഈ പക്ഷിയുടെ 2 കുട്ടികളാണ് ഉണ്ടായിരിക്കുക. പർ നിക്കലെ തോ ഉഡ് ജായേങ്കെ ഫർ 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 എന്നാണ് പറയുന്നത്. പർ നിക്കൽന എന്ന് വെച്ച് കഴിഞ്ഞാല് ചിറക് മുളയ്ക്കുക. അപ്പം ഇപ്പൊ ചെറിയ പക്ഷി കുഞ്ഞുങ്ങളാണ്, അവരുടെ ചിറക് മുളച്ച് കഴിഞ്ഞാൽ ഉഡ് ജായെങ്കി, ഉഡിനാന്ന് വെച്ചാൽ പറക്കുക, ഉഡ് ജായെങ്കി എന്ന് പറയുമ്പോൾ പറന്നു പോകും. ഫർ 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിറകടിക്കുന്ന സൗണ്ടിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ആ കിളിക്കൂടിനുള്ളിൽ ഈ പക്ഷി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന കൂടില്ലേ, ആ കൂടിനുള്ളിൽ അതിന്റെ 2 കുഞ്ഞുങ്ങളാണ് ഉള്ളത്. ഇപ്പൊ അവര് കുട്ടികളാണ്. ചിറക് മുളച്ചു കഴിഞ്ഞാല് അവര് ഫർ ഫർ എന്നുള്ള സൗണ്ട് ഉണ്ടാക്കിയിട്ട് ആ കൂടിനുള്ളിൽ നിന്ന് പറന്നു പോകും എന്നാണ് പറയുന്നത്. ഓക്കെ, എന്നിട്ട് എന്താ പറയുന്നത്? ആലാപ് കരി എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്കിത് ജസ്റ്റ് ഒറ്റ സ്ട്രെച്ചിൽ ഒന്നിങ്ങനെ വായിക്കാം. ചിടിയ കാ ഘർ നിരങ്കാർ ദേ സേവക്, चिड़िया लिए चोंच में तिनका, चली बनाने घर, कौन रहेगा उस घर के अंदर. चिड़िया के 2 बच्चे होंगे उस घर के अंदर, पर निकले तो उड़ जाएंगे फर 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 फर. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സും കൂടി നോക്കാന്ന് വിചാരിച്ചു, കാരണം അധികം ക്വസ്റ്റ്യൻസ് ഇല്ല. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പെഹച്ചാനെ ലിഖെ. പെഹച്ചാന എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഐഡന്റിഫൈ ചെയ്യുക, തിരിച്ചറിയുക, എന്നിട്ട് എഴുതാനാണ് പറയുന്നത്. 2 ഓപ്ഷനാണ് തന്നിട്ടുള്ളത്, തിൻക, ചോഞ്ച്. താഴെ തന്നിട്ടുള്ള ചിത്രം നോക്കുമ്പോൾ പക്ഷിയുടെ കൊക്കിന്റെ അവിടെ നിന്ന് ഒരു ബലൂൺ ഇങ്ങനെ പോയിട്ടുണ്ട്, അല്ലെ? അപ്പൊ ഇതെന്താണ്? പക്ഷീന്റെ കൊക്കിന് എന്താ പറയാ? ചോഞ്ച് എന്നാണ് പറയാ. അപ്പൊ ഈ ബലൂണിൽ ചോഞ്ച് എന്നുള്ളത് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് എന്താണ്? തിൻക, ഇതാണ് ഒരു പുൽക്കൊടി, ഒരു പുല്ലിന്റെ കഷ്ണം, ഒരു ഉണങ്ങിയ പുൽക്കഷ്ണമാണ് ഈ പക്ഷീന്റെ കൊക്കിലുള്ളത്. അവിടെ നിന്നാണ് ഈ ഒരു ബലൂണിന്റെ സ്ട്രിങ് പോയിട്ടുള്ളത്. അതില് തിൻക എന്ന് എഴുതുക. അപ്പോ കൊക്കിനെ ചോച്ചെന്നും പുൽക്കൊടിയെ തിൻക എന്നുമാണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ആക്ടിവിറ്റി തന്നിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താണ് പറയുന്നത്? ചിടിയ കി ചോഞ്ച് മേ ക്യാ ഹെ, ഈ പക്ഷിയുടെ കൊക്കിനുള്ളിൽ എന്താണ് ഉള്ളത് എന്നാണ് ചോദിക്കുന്നത്.
ചിടിയ കി ചോഞ്ച് മേ തിൻക ഹെ എന്നാണ് അതിന്റെ ആൻസർ. എന്താ, പക്ഷിയുടെ കൊക്കിനുള്ളിൽ എന്താണുള്ളത്? തിൻക, പുൽക്കൊടിയാണുള്ളത്. നെക്സ്റ്റ്, പെഹച്ചാനി ഓർ ലിഖെ, വീണ്ടും എന്താണ്, മനസ്സിലാക്കി തിരിച്ചറിഞ്ഞിട്ട് എഴുതാനാണ് പറയുന്നത്. അപ്പം ഈ ഒരു പേജിലാണെന്നുണ്ടെങ്കിൽ 3 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. എന്താണ്, ആദ്യത്തെ പിക്ചറിൽ പക്ഷി ഈ പുൽക്കൊടിയുമായിട്ട് പറന്നു വരുന്നത്, രണ്ടാമത്തേല് പക്ഷി കുഞ്ഞുങ്ങൾ കൂട്ടിൽ നിന്ന് പുറത്തോട്ട് പോകുന്നതും, മൂന്നാമത്തെ പിക്ചറിൽ എന്താണ്, കൂടിനുള്ളില് ഈ പക്ഷി കുഞ്ഞുങ്ങൾ ഉള്ളതും. അപ്പം മേലെ എന്താണ്, ഈ ക്വസ്റ്റ്യനിൽ 3 സെന്റൻസ് തന്നിട്ടുണ്ട്. ഈ ചിത്രങ്ങൾ നോക്കുക, അതിന് ഏറ്റവും യോജ്യമായിട്ടുള്ള സെന്റൻസ് എടുത്ത് ഓരോ പിക്ചറിന് നേരെ എഴുതുവാണ് വേണ്ടത്. അപ്പൊ ആദ്യത്തെ പിക്ചറിൽ എന്താ ഉണ്ടാവുന്നത്? പക്ഷി തിൻക കൊണ്ടുവരുന്നു. അപ്പൊ ഇതിൽ ഏതാണ് ചൂസ് ചെയ്യേണ്ട സെന്റൻസ്? അപ്പോ ചിടിയ തിൻകോ സെ ഘർ ബനാത്തി ഹെ എന്നുള്ളതാണ് ആദ്യത്തെ പിക്ചറിന് അവിടെ എഴുതേണ്ടത്. രണ്ടാമത്തെ പിക്ചറിൽ എന്താണ്, പക്ഷിക്കുട്ടികൾ വലുതായിട്ട് പറന്നു പോകുന്നത് കാണിക്കുന്നുണ്ട്. അപ്പൊ അവിടെ എന്താ എഴുതേണ്ടത്? ചിടിയ കെ ബച്ചെ ഉഡ് ജാത്തെ ഹെ. മേലെ തന്നിട്ടുള്ള സെന്റൻസ് ചിത്രത്തിന് യോജ്യമായിട്ട് എടുത്ത് എഴുതേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. മൂന്നാമത്തേല് ഘർ കെ അന്തർ ചിടിയ കെ ബച്ചേ ഹെ, അതായത് ഈ കൂടിനുള്ളിൽ ഈ പക്ഷിയുടെ കുഞ്ഞുങ്ങളാണ് ഉള്ളത് എന്നാണ് ആ സെന്റൻസിന്റെ അർത്ഥം. ഇപ്പൊ നിങ്ങൾ 2 വാക്കുകൾ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും. അന്തർ എന്ന് പറയുമ്പോൾ ഉള്ളിൽ, ബാഹർ എന്ന് പറയുമ്പോൾ പുറത്ത്. കഴിഞ്ഞ യൂണിറ്റിൽ ബാഹർ എന്നുള്ള വാക്ക് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. ഈ യൂണിറ്റിൽ അന്തർ എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ആക്ടിവിറ്റി നോക്കാം നമുക്ക്. കാരണം ഈ വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് അടുത്ത ആക്ടിവിറ്റി ചെയ്യേണ്ടത്. പെഹച്ചാനി ഓർ താലിക ഭരെ എന്നാണ് പറയുന്നത്. വീണ്ടും എന്താണ്, തിരിച്ചറിഞ്ഞിട്ട് താലിക ഭരെ എന്ന് പറഞ്ഞാൽ ഈ ടേബിൾ ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ഈ പിക്ചർ കറക്റ്റ് ആയിട്ട് നോക്കുക. അങ്ങനെ നോക്കുന്ന സമയത്ത് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ടേബിളില് ഘർ കി അന്തർ കോൺ ഹെ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഘർ കി അന്തർ എന്ന് പറയുമ്പോൾ എന്താണ്? വീടിനുള്ളിൽ. കോൺ ഹെ, ആരാണ് ഉള്ളത്? അതിന്റെ ആൻസർ എന്താ തന്നിട്ടുള്ളത്? ഘർ കി അന്തർ ലഡ്ക ഹെ. ലഡ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൺകുട്ടി. അപ്പം ഇവിടെ നോക്കിയ വീടിന്റെ ഉള്ളില് ഒരു ആൺകുട്ടിയാണ് നിൽക്കുന്നത് അല്ലെ. അപ്പൊ അതുപോലെയാണ് ബാക്കിയുള്ളതെല്ലാം ഫില്ല് ചെയ്യേണ്ടത്. കുത്ത കഹാ ഹെ. പിന്നെ ഈ ഫില്ല് ചെയ്യാനുള്ള സെന്റൻസസ് താഴെ തന്നെ തന്നിട്ടുണ്ട്. അപ്പൊ കുത്തേനെ കുറിച്ച് ഇവിടെ എന്താ എഴുതിയിട്ടുള്ളത്? കുത്ത ഘർ കെ ബാഹർ ഹെ എന്ന് പറഞ്ഞാൽ ഈ നായ്ക്കുട്ടി എന്താണ്, വീടിന് പുറത്താണ് ഉള്ളത്. അപ്പൊ ആ സെന്റൻസ് ഇവിടെ എടുത്തെഴുതാം കേട്ടോ. ഘർ കെ ബാഹർ ഹെ എന്നുള്ളത്. നദി മേ ക്യാ ഹെ, നദിയിൽ എന്താണ് ഉള്ളത്? അപ്പൊ നിങ്ങൾക്ക് ഇവിടുത്തെ പിക്ചറിൽ നോക്കിയാൽ കാണാം, മീനാണ് ഉള്ളത് അല്ലെ. അപ്പൊ ആ സെന്റൻസ് എവിടെയാണ് വരുന്നത്? നദി മേ മച്ച്ലി ഹെ. അപ്പൊ അത് അതിനെ നേരെ എടുത്തെഴുതുക. നദി മേ മച്ച്ലി ഹെ. ബഗീച്ചെ മേ കോൺ ഹെ. ബഗീച്ച എന്ന് പറഞ്ഞാൽ പൂന്തോട്ടം. പൂന്തോട്ടത്തിൽ ആരാണുള്ളത്? പെൺകുട്ടിയാണ് അല്ലെ. അപ്പൊ നമ്മൾ എന്താ എഴുതേണ്ടത്? ബഗീച്ചെ മേ ലഡ്കി ഹെ. താഴെ തന്നെ തന്നിട്ടുണ്ട് ബഗീച്ചെ മേ ലഡ്കി ഹെ എന്നുള്ളത്. അതെടുത്ത് എഴുതുക. പിന്നെ ചിടിയ കഹാ ഹെ, പക്ഷി എവിടെയാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. പിക്ചറിൽ എവിടെയാണ് പക്ഷി ഉള്ളത്? മരത്തിന് മുകളിലാണ് അല്ലെ. നോക്കൂതേ, ഇവിടെയാണ് ഇരിക്കുന്നത്, മരത്തിന് മുകളില്. അപ്പോ എങ്ങനെയാണ് എഴുതേണ്ടത്? ചിടിയ പേഡ് പർ ഹെ. ആ സെന്റൻസ് താഴെ തന്നിട്ടുണ്ട്. ചിടിയ പേഡ് പർ ഹെ. അത് അവിടെ എടുത്ത് ഫില്ല് ചെയ്യുക. പോധേ മേ ക്യാ ഹെ. പോധ എന്ന് പറഞ്ഞാൽ ചെടി. അപ്പൊ ചെടിയിൽ എന്താണ് ഉള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്. ചെടിയിൽ എന്താണുള്ളത്? പൂക്കളാണുള്ളത് അല്ലെ പിക്ചേഴ്സിൽ. അപ്പോ പോധേ മേ ഫൂൽ ഹെ എന്നുള്ളതാണ്. ഇത് ഓൾറെഡി ഇതിൽ തന്നിട്ടുണ്ട്, ടെക്സ്റ്റിൽ തന്നിട്ടുള്ളതാണ്. അപ്പോ പോധേ മേ ഫൂൽ ഹെ എന്ന് പറയുമ്പോൾ ചെടിയിലെ പൂവാണ് ഉള്ളത് എന്നാണ്. അപ്പൊ അത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയാനായിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് ആൻഡ് കോമെന്റ്സ് എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.